എൻ്റെ പ്രിയ ദൈവമക്കളെ, ഇന്ന് നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഒരു വചനത്തിൽ നിന്ന് ശ്രവിക്കാം. യോഹന്നാൻ 3:16. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഈ വാക്യം യേശുവും യഹൂദ ഭരണസമിതിയിലെ അംഗമായ പാർസിയായ നിക്കോദോമസും തമ്മിലുള്ള സംഭാഷണത്തിൻ്റെ ഭാഗമാണ്. നിക്കോദോമസ് രാത്രിയിൽ യേശുവിൻ്റെ പഠിപ്പിക്കലുകൾ മനസ്സിലാക്കാൻ അവൻ്റെ അടുക്കൽ വരുന്നു. വീണ്ടും ജനനം, പരിശുദ്ധാത്മാവിൻ്റെ പങ്ക്, രക്ഷയ്ക്ക് വിശ്വാസത്തിൻ്റെ ആവശ്യകത തുടങ്ങിയ ആത്മീയ ആശയങ്ങൾ യേശു വിശദീകരിക്കുന്നു. ഈ വാക്യം ചുരുക്കത്തിൽ സുവിശേഷം എന്ന് വിശേഷിക്കപ്പെടുന്നു. കാരണം അത് ക്രിസ്ത്യൻ ദൈവശാസ്ത്രത്തിൻ്റെ കാതൽ സംഗ്രഹിക്കുന്നു. ദൈവം ലോകത്തെ സേവിച്ചുവെന്ന് ഊന്നി പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്നു. അവൻ്റെ സ്നേഹം നിരുപാധികവും മനുഷ്യരാശിക്ക് മുഴുവൻ വ്യാപിക്കുന്നു. അവൻ്റെ സ്നേഹത്തിന് മറുപടിയായി ദൈവം തൻ്റെ പുത്രനെ നൽകി. ദൈവത്തിൻ്റെ സ്നേഹം എടുത്തുകാട്ടുന്നു. നിത്യജീവൻ എന്നത് യേശുക്രിസ്തുവിലുള്ള വിശ്വാസമാണ്. നിത്യജീവൻ വാഗ്ദത്തം ഒരു കേന്ദ്ര പ്രമേയമാണ്. അത് മരണാനന്തര ജീവിതത്തെ മാത്രമല്ല, വർത്തമാനകാലത്തെ ദൈവവുമായുള്ള പുനഃസ്ഥാപിത ബന്ധത്തെയും സൂചിപ്പിക്കുന്നു. ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു എന്നത് ദൈവസ്നേഹത്തിൻ്റെ ആഴവും വ്യാപ്തിയും ഊന്നി പറയുന്നു. ഇത് ഒരു തിരഞ്ഞെടുത്ത ഗ്രൂപ്പിന് മാത്രമല്ല, മുഴുവൻ ലോകത്തിനും, ഓരോ വ്യക്തിക്കും പശ്ചാത്തലമോ വംശമോ നിലയോ പരിഗണിക്കാതെ. അവൻ തൻ്റെ ഏകജാതനെ നൽകി എന്നത് ദൈവത്തിൻ്റെ അതുല്യനും പ്രിയങ്കരനുമായ പുത്രൻ എന്ന് വിശേഷിക്കപ്പെടുന്ന യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ഒരു പരാമർശമാണ്. അവൻ്റെ ക്രൂശിലെ ത്യാഗപരമായ മരണം സ്നേഹത്തിൻ്റെ പരമമായ പ്രവൃത്തിയാണ്. ഇവിടെ വിശ്വാസമെന്നാൽ ഭൗതികമായ സമ്മതം എന്നതിനപ്പുറം അർത്ഥമാക്കുന്നു. കർത്താവ് രക്ഷകനുമായ യേശുവിൽ വിശ്വാസം അർപ്പിക്കുന്നതിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. നശിക്കുന്നത് ദൈവത്തിൽ നിന്നുള്ള ആത്മീയ വേർപിരിയലിനെ സൂചിപ്പിക്കുന്നു. എന്നാൽ യേശുവിലുള്ള വിശ്വാസത്തിലൂടെ ഒരാൾക്ക് നാശം ഒഴിവാക്കാൻ മാത്രമല്ല, നിത്യജീവൻ ആസ്വദിക്കാനും കഴിയുമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. രക്ഷ പ്രാപിക്കുന്നതിനുള്ള മാർഗമായി നാം യേശു ക്രിസ്തുവിൽ വിശ്വാസം അർപ്പിക്കണം. യേശുവിൽ വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ നിരുപാധികമായ സ്നേഹം സ്വീകരിക്കുക. നിത്യജീവൻ വർത്തമാനവും ഭാവിയുമായുള്ള യാഥാർത്ഥ്യമാണ്. സ്നേഹപിതാവേ, അങ്ങയുടെ പുത്രനായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് നിത്യജീവൻ്റെ ദാനം സ്വീകരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ അപാരമായ സ്നേഹത്തോടെ പ്രതികരിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.